ഇനി നമുക്ക് ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഇതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 10 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 3 4 5 6 10 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തത് ഒരു പ്രാവശ്യമാണ് യാൺ ഓവർ ചെയ്തിട്ടുള്ളത്. ഇനി 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യാം. 1 2 3 4 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 5th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാൺ ഓവർ ചെയ്യുക, ഹുക്കിന്റെ മുകളിലേക്ക് വലിക്കാം. അപ്പൊ നമുക്കിവിടെ 4 ലൂപ്പ് കിട്ടും. 1 2 3 4 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. നമുക്കിവിടെ 3 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കൊരു ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് സ്കിപ്പ് ചെയ്ത 4 ചെയിൻ ഇവിടെ ഒരു ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ചായി വന്നിട്ടുണ്ട്. വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കാം. 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ബാലൻസ് 3 ലൂപ്പ് ഉണ്ടാവും. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമുക്ക് ബാലൻസ് 2 ലൂപ്പാണ്. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കൊരു വലിയ സ്റ്റിച്ചാണ് ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമ്മളിപ്പം ഹാഫ് DC ചെയ്തത് കണ്ടില്ലേ, DCനേക്കാളും നല്ല വലുപ്പത്തിലാണ് ഈ സ്റ്റിച്ച് ഉള്ളത്. 2 ടൈംസ് യാൺ ഓവർ ചെയ്യാം. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. 3 ലൂപ്പ് ഉണ്ടാവും ബാലൻസ്. വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. വീണ്ടും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ മാത്രം നമ്മൾ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുന്നത്. നെക്സ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. നമുക്കിവിടെ 4 ലൂപ്പ് കിട്ടുന്നുണ്ടോ നോക്കാം. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ബാലൻസ് ഇവിടെ 3 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ബാലൻസ് 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഞാനിവിടെ ലാസ്റ്റ് ചെയിനിൽ എത്തിയിട്ടുണ്ട്. വീണ്ടും 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്ത് ഈ ലാസ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ബാലൻസ് 3 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ബാലൻസ് 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത റൗണ്ടിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. 1 2 3 4 4 ചെയിൻ ചെയ്ത് കൊടുക്കാം. സിംഗിൾ ക്രോഷേയിൽ നമ്മൾ 1 ചെയിൻ ചെയ്തു. ഹാഫ് ഡബിൾ ക്രോഷേക്ക് 2 ചെയിൻ ചെയ്തു. ഡബിൾ ക്രോഷേക്ക് 3 ചെയിൻ ചെയ്തു. ഇതിപ്പോ ട്രിപ്പിൾ ക്രോഷേ ആണ്. ട്രിപ്പിൾ ക്രോഷേക്ക് നമ്മൾ 4 ചെയിൻ ചെയ്യുക. വർക്ക് ടേൺ ചെയ്യുക. ബാക്ക് സൈഡിലാണ് ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത്. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. ഫസ്റ്റ് റൗണ്ടിൽ സെക്കൻഡ് DC ചെയ്ത് ആ ഒരു ചെയിനിന്റെ ടോപ്പിൽ ഇങ്ങനെ ഒരു ഹോള് കാണും. ഈ ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്കിവിടെ 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ബാലൻസ് 3 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ബാലൻസ് 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഈ ഒരു പാറ്റേൺ നമ്മൾ ഈ 2 വരെ ചെയ്ത് കൊടുക്കുക. 2 പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക.
ഇതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് വരുന്ന ചെയിനിൽ നമ്മൾ yarn over ചെയ്യുക. ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്താൽ മതി. ഈ ഒരു സ്പേസിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പ് ഫസ്റ്റ് വരുന്ന ചെയിൻ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്താലും മതി. അല്ലെങ്കിൽ ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് താഴത്ത് 1 2 3 4 5 6 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. അതുപോലെ തന്നെ മുകളിലത്തെ പോർഷനിലും നമുക്ക് 6 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മളിനി ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വീണ്ടും 4 ചെയിൻ ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. നമ്മൾ വർക്ക് കഴിഞ്ഞ് നമ്മൾ മെഷർമെന്റ് എത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയിൻ 1 ചെയ്യുക. നമുക്കിവിടെ yarn കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാത്രം ഹുക്ക് പുറത്തേക്ക് ഇങ്ങനെ ഫുൾ ചെയ്ത് വലിച്ചു കൊടുക്കാം. ഇത് ടൈറ്റായി. ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച്.